എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലത്തെ നല്ലൊരു വെള്ളപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഈസ്റ്റോ നമ്മൾ അതുപോലെ തന്നെ തേങ്ങ വെള്ളമൊന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക, ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി ഞാൻ 2 ടീസ്പൂണ് ഉലുവയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ഉഴുന്നും പിന്നെ 2 കപ്പ് പച്ചരിയും കൂടിയിട്ട് നന്നായിട്ട് കുതിർത്തതിന് ശേഷം കഴുകി എടുത്തിട്ടുള്ളതാണിത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ചോറും ചേർത്ത് കൊടുക്കുക. സെയിം കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ തരിയൊന്നും കൂടാണ്ട് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് നമുക്കിതുപോലെ അരച്ചെടുക്കാവുന്നതാണ്. അരച്ചെടുത്ത മാവിൽ നമ്മൾ ഇനി നല്ലതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി മിക്സ് ആക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം തന്നെ നല്ലൊരു മയമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോഡാപ്പൊടി നമ്മൾ മാവിലേക്ക് ഇട്ട് കൊടുക്കാണ്ട് തുള്ളി മാവ് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മാവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും. അല്ലെങ്കിൽ നമ്മുടെ മാവ് ഒരു മഞ്ഞ കളറാവും അവിടെ എവിടെയായിട്ട് സോഡാപ്പൊടി ഇങ്ങനെ കിടക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഞാൻ ഈ രീതിയിലാണ് കേട്ടോ വെള്ളപ്പം റെഡിയാക്കി എടുക്കാറുള്ളത്. അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി റൈസ് കുക്കറിലേക്ക് നമുക്കിത് ഇറക്കി വെക്കാം. എന്നിട്ട് ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം രാവിലെ ഒരു 6 മണിയാകുമ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ മാവ് തുറന്ന് നോക്കിയിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാവ് എടുത്ത് നോക്കിയിട്ടുണ്ട്. നല്ലതുപോലെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. റൈസ് കുക്കറിലായതുകൊണ്ട് തന്നെ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി ഇതൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാവുന്നതാണ്. നല്ലതുപോലെ നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാനായിട്ട്. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചുട്ടെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ലേസൊന്നും ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞൊന്നും പോരില്ല. നമ്മൾ സാധാരണ ഇരുമ്പ് ചട്ടി ഉണ്ടല്ലോ അതിലൊക്കെ ചുട്ടെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ലേസൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും. കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ആ ചട്ടി ഉണ്ട്, പക്ഷെ അത് ഒരുപാട് പഴക്കമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൂയൊക്കെ പിടിച്ചിട്ട് അതിലൊന്നും ചുട്ടെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ വെള്ളപ്പം ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലൈസൊന്നും നല്ലതായിട്ട് ക്രിസ്പായിട്ടൊന്നും കിട്ടുമൊന്നുമില്ല. അപ്പോൾ വെള്ളപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്. എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.